അസ്സലാമു അലൈക്കും. പ്രിയമുള്ളവരെ, പ്രവാചകൻ്റെ ശിഷ്യന്മാർ എന്ന ഒരു പരമ്പര നാം ആരംഭിച്ചിരുന്നു. പക്ഷേ ഇടക്കാലത്ത് ചില തിരക്കുകൾ കാരണം അത് തുടരാൻ കഴിയാതെ വന്നു. നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു. അത് വീണ്ടും പുനരാരംഭിക്കുകയാണ്. നാം അവസാനമായി പറഞ്ഞു നിർത്തിയത് ഖദീജ ബീവിയെക്കുറിച്ചാണ്. ഖദീജ ബീവിയുടെ ശ്രേഷ്ഠത, പ്രവാചകനുമായുള്ള അവരുടെ ഭാര്യ എന്ന അർത്ഥത്തിൽ മാത്രമല്ല, ശിഷ്യ എന്ന അർത്ഥത്തിലും മാതൃകാ വനിത എന്ന രീതിയിലുമൊക്കെയുള്ള അവരുടെ നിലപാടുകൾ, ജീവിതം, സംഭാവനകളെല്ലാം നാം ഹ്രസ്വമായി സംഗ്രഹിച്ച് പറഞ്ഞു. ഇന്ന് പറയുന്നത് പ്രവാചകൻ്റെ പുത്രി അഥവാ ഖദീജ ബീവിയുടെ പുത്രി ആയിട്ടുള്ള ഫാത്തിമ ബീവിയെക്കുറിച്ചാണ്. പിതാവും മകളും, മാതാവും മകളും, മാതാപിതാക്കളും മകളും എന്നിങ്ങനെ 3 തലങ്ങളിൽ ഫാത്തിമ ബീവിയെ നാം നോക്കിയാൽ മാതാവിൻ്റെയും പിതാവിൻ്റെയും ഗുണങ്ങളെല്ലാം ഒത്തുവന്നിട്ടുള്ള ഒരാളായിരുന്നു ഫാത്തിമ ബീവി. മുഹമ്മദ് നബിയുടെ ഗുണങ്ങൾ അപ്പടി സ്വാംശീകരിക്കാൻ സാധിച്ചിട്ടുള്ള, ഖദീജ ബീവിയുടെ ഗുണങ്ങളെല്ലാം ജന്മനാ തന്നെ ഉൾച്ചേർന്നിട്ടുള്ള ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമ. അതോടൊപ്പം അലി ഇബ്നു അബീ താലിബിൻ്റെ ഭാര്യ കൂടി ആയപ്പോൾ പിന്നെ പറയാനുമില്ല. ഇങ്ങനെ ഏതേതൊക്കെ കോണിലൂടെ നോക്കിയാലും പൂർണ്ണമായ ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു. പിതാവ് മുഹമ്മദ് നബി, മാതാവ് ഖദീജ ബീവി, ഭർത്താവ് അലി. ഇനി മക്കളോ? ലോകത്ത് തുല്യതയില്ലാത്ത വിധം ഉയർന്നു നിൽക്കുന്ന ത്യാഗത്തിൻ്റെയും ആദർശത്തിൻ്റെയും വിശുദ്ധിയുടെയും ഒക്കെ ഉടമകളായിട്ടുള്ള രക്തസാക്ഷികളായ ഹസനും ഹുസൈനും. ഇങ്ങനെ തികഞ്ഞ ഒരാളെ നമുക്ക് ലോകത്ത് കാണുക അസാധ്യമാണ്. സർവാർത്ഥത്തിലും പൂർണ്ണയായിട്ടുള്ള ഒരു മഹദിയാണ് ഫാത്തിമ ബീവി. ഫാത്തിമ ബീവി ജീവിച്ചിരുന്ന ഒരത്ഭുതമാണ്. മുഹമ്മദ് നബിയുടെ മകൾ എന്ന വിലാസം കേൾക്കുമ്പോൾ നമുക്ക് എന്താണ് അവരുടെ ജീവിതത്തെക്കുറിച്ച് ഭാവനയിൽ വരുന്ന ചിത്രം? പക്ഷേ അത്തരത്തിലുള്ള ഒരു പ്രിവിലേജും വാങ്ങാതെ, ആവശ്യപ്പെടാതെ ജീവിച്ച ആളായിരുന്നു ഫാത്തിമ ബീവി. പ്രവാചകൻ്റെ ശിക്ഷണത്തിൽ, വാത്സല്യത്തിൽ വളർന്നു. ഖദീജ ബീവിയുടെ മടിത്തട്ടിൽ വളർന്ന കുട്ടിയെക്കുറിച്ച് പിന്നീട് മറ്റൊന്നും പറയേണ്ടതില്ലല്ലോ. പ്രവാചകത്വത്തിൻ്റെ എല്ലാ വിഹ്വലതകളും പ്രയാസങ്ങളും സമൂഹത്തിൻ്റെ എതിർപ്പുകളുമെല്ലാം കണ്ടുകൊണ്ടാണ് ആ കുട്ടി വളരുന്നത്. വളരെ ചെറുതിലെ പിതാവിനോടൊപ്പം എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് കുഞ്ഞും എപ്പോഴും കൂടെ ഉണ്ടാകുമായിരുന്നു. പ്രവാചകനെ പല വിധത്തിൽ ബുദ്ധിമുട്ടിക്കുമ്പോഴൊക്കെ കരയാതെ ആ പിഞ്ചു ബാലിക വാപ്പ പ്രയാസപ്പെടരുത് എന്ന് പ്രായത്തിൽ കവിഞ്ഞ പക്വതയിൽ പറഞ്ഞ് പിതാവിനെ ശക്തിപ്പെടുത്തുന്നത് അത്ഭുതത്തോടെയാണ് ചരിത്രവും ലോകവും കണ്ടു നിന്നത്. ഒരിക്കൽ സാഷ്ടാംഗത്തിൽ വീണ പ്രവാചകൻ്റെ തലയിലേക്ക്, കഴുത്തിലേക്ക് മാലിന്യങ്ങൾ വാരിയിട്ട സത്യവിരുദ്ധരായ ആളുകൾ അത് കണ്ട് പൊട്ടിച്ചിരിക്കുകയും ബഹളം വെക്കുകയും ചെയ്യുന്നതിനിടയിൽ കുഞ്ഞു ഫാത്തിമ ഓടിച്ചെന്ന് ആ മാലിന്യങ്ങളെല്ലാം സധൈര്യം നീക്കി പ്രവാചകനെ സാഷ്ടാംഗത്തിൽ നിന്ന് ഉയരാൻ സഹായിക്കുകയും അതിനുശേഷം മാലിന്യം വീണ ഭാഗം തുടച്ച് കഴുകി കൊടുക്കുകയും ചെയ്ത് പ്രവാചകൻ്റെ കൈപിടിച്ച് സാരമില്ലെന്ന് പറഞ്ഞു പോകുന്ന മകളെയും നാം കണ്ടു. ഇങ്ങനെ പ്രവാചകനോടൊപ്പം വളർന്ന വഹിയില്ലാത്ത പ്രവാചകയായാണ് ഫാത്തിമയെ ലോകം അനുഭവിച്ചത്. എവിടെയും ബഹളങ്ങളിൽ നമുക്കവരെ കാണുക സാധ്യമല്ല. ഏതെങ്കിലും തരത്തിൽ ആൾക്കൂട്ടത്തിലുമില്ല. പക്ഷേ
പ്രവാചകൻ്റെ കരുത്തായിരുന്നു ഫാത്തിമ. ഖദീജ ബീവി മരണപ്പെട്ടപ്പോൾ ഫാത്തിമ ബീവിക്ക് 12-13 വയസ്സാണ് പ്രായം. ആ സമയത്ത് കൗമാരക്കാരിയായ പെൺകുട്ടി പിതാവിന് ഒരു നല്ല സഹായിയായി തീരുകയാണ്. പ്രായത്തിൽ കവിഞ്ഞ പക്വതയോടെ പിതാവ് വീട്ടിലേക്ക് വരുമ്പോൾ ഉമ്മയില്ലാത്ത ശൂന്യത അറിയിക്കാതെ പിതാവിന് വേണ്ടുന്നതെല്ലാം ചെയ്തു കൊടുക്കുന്ന ഒരു ഗൃഹസ്ഥയായി പെട്ടെന്ന് ആ കുട്ടി മാറുകയാണ്. പ്രവാചകൻ തന്നെ പലപ്പോഴും അത്ഭുതപ്പെട്ടിട്ടുണ്ട് ഫാത്തിമയുടെ ഇടപെടലുകൾ കാണുമ്പോൾ. ഖുർആനിൻ്റെ വ്യാഖ്യാനവുമെല്ലാം മറ്റാരെക്കാളും കൂടുതൽ പഠിച്ച, മനസ്സിലാക്കിയ, ഉൾക്കൊണ്ട, ആവാഹിച്ച, അത് ജീവിതമാക്കി മാറ്റിയ ആളായിരുന്നു ഫാത്തിമ ബീവി. മൗനമായിരുന്നു അവരുടെ ഭാഷ. പലപ്പോഴും കൂടുതലൊന്നും സംസാരിക്കാറില്ലായിരുന്നു. രംഗത്ത് വരാനോ ആൾക്കൂട്ടത്തിൽ തിളങ്ങാനോ അവരാഗ്രഹിച്ചിട്ടില്ല ഒരിക്കലും. മറ്റുള്ളവർക്കിടയിൽ ആളാകാനും ശ്രമിച്ചിട്ടില്ല. മുഹമ്മദ് നബിയുടെ മകളെന്ന പ്രിവിലേജ് എവിടെയും അവർ ചോദിച്ചു വാങ്ങിയിട്ടില്ല. അവർ അവരായി ജീവിച്ചു. പിതാവിൻ്റെ നിഴലായി ജീവിക്കാൻ അവർ ആഗ്രഹിച്ചു. അങ്ങനെ മദീനയിലേക്ക് ഹിജ്റ പോകുമ്പോൾ, പ്രവാചകന് ശേഷമാണ് അവർ ഹിജ്റ പോകുന്നത്. അങ്ങനെ മദീനയിലെത്തി. മദീനയിൽ പ്രവാചകൻ്റെ ജീവിതത്തെ ശക്തിപ്പെടുത്തുന്നതിന്, അവിടെ അടിത്തറ പാകുന്നതിന് ബലമായി നിന്നതും മകൾ ഫാത്തിമയായിരുന്നു. ഹിജ്റയുടെ 2-ാം വർഷമാണ് അലിയും ഫാത്തിമയും തമ്മിൽ വിവാഹം നടക്കുന്നത്. അന്ന് ഫാത്തിമയ്ക്ക് 18 പ്രായം. പലരും വിവാഹാന്വേഷണം നടത്തിയെങ്കിലും മകൾ കുട്ടിയാണ്, ചെറുതാണ് എന്ന് പറഞ്ഞ് പ്രവാചകൻ നിരസിച്ചു. 18 വയസ്സ് പൂർത്തിയായപ്പോഴാണ് ഫാത്തിമയെ വിവാഹം ചെയ്തു കൊടുക്കുന്നത്. ഇത് മറ്റൊരു മറുപടി കൂടിയാണ്, ഉത്തരം കൂടിയാണ്. 6-ാം വയസ്സിൽ ആയിഷയെ വിവാഹം ചെയ്തു എന്ന് പ്രവാചകനെതിരെ ആക്ഷേപമുന്നയിക്കുന്ന ആളുകൾ, അവർ ഈ ചരിത്രം മനസ്സിലാക്കണം. ഫാത്തിമയെ 18 വയസ്സാകുന്നതിന് മുൻപ് വിവാഹം അന്വേഷിച്ചവരോട് അവൾ കുഞ്ഞാണെന്ന് പറഞ്ഞ് അത് നിരസിക്കുമ്പോൾ 6 വയസ്സുള്ള കുട്ടിയെ വിവാഹം ചെയ്ത പ്രവാചകനാണ് എങ്കിൽ അങ്ങനെ പറയാൻ ഒക്കുമോ? ഈ ആളുകൾ ചോദിക്കില്ലേ, 6 വയസ്സുള്ളയാളെ വിവാഹം ചെയ്ത നിങ്ങൾക്ക് 17 വയസ്സുള്ള ഫാത്തിമയെ വിവാഹം ചെയ്തു തരുന്നതിന് എന്താണെന്ന് ചോദിക്കില്ലേ? ഈ വൈരുദ്ധ്യങ്ങളൊന്നും ഓർക്കാതെയാണ് പലപ്പോഴും ഹദീത്ത് നിർമ്മാതാക്കൾ അവരുടെ ഫാക്ടറികളിൽ ഹദീത്ത് ചുട്ടെടുക്കുന്നത് എന്ന് സാന്ദർഭികമായി ഞാൻ ഓർക്കുകയാണ്. അങ്ങനെ അലിയിൻ്റെയും ഫാത്തിമയുടെയും വിവാഹം പ്രവാചകൻ നടത്തി. ഇത്ര ചേർന്ന ഒരിണകൾ ചരിത്രത്തിൽ വളരെ അപൂർവമാണ്. ഫാത്തിമയ്ക്ക് അലിയും, അലിക്ക് ഫാത്തിമയും, അങ്ങനെയായിരുന്നു സ്രഷ്ടാവ് സൃഷ്ടിച്ചു വച്ചിട്ടുള്ളത്. ഒരാൾക്ക് വേണ്ടി മറ്റൊരാളെ പടച്ചു വെക്കുകയായിരുന്നു. എന്തുകൊണ്ടും യോജിച്ച ഇണകൾ. ജ്ഞാനം കൊണ്ട്, സ്വഭാവം കൊണ്ട്, പെരുമാറ്റം കൊണ്ട്, സഹനം കൊണ്ട് മാതൃകയായി തീർന്ന ദമ്പതികളായിരുന്നു അവർ. അവരത്രമേൽ പ്രണയിച്ചു, അത്രമേൽ പരസ്പരം മനസ്സിലാക്കി അലിഞ്ഞ് ലയിച്ച് ജീവിച്ചു. തൻ്റെ മകൾക്ക് ഭർത്താവായി ആരെ തിരഞ്ഞെടുക്കണമെന്ന കാര്യത്തിൽ മുഹമ്മദ് നബിക്ക് അല്പം പോലും ആശങ്കയുണ്ടായിരുന്നില്ല. ആ മനസ്സിൽ ഒരു രൂപമുണ്ടായിരുന്നു, ഒരു വ്യക്തിയുണ്ടായിരുന്നു. തൻ്റെ മടിയിൽ കളിച്ചു വളർന്ന, തൻ്റെ നിഴലായി ജീവിച്ച അലിയല്ലാതെ മറ്റാരാണ് തൻ്റെ മകൾക്ക് അനുയോജ്യനായ വരനായിട്ടുള്ളത്? ആയിരക്കണക്കിന് ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ നിന്ന് മുഹമ്മദ് നബിക്ക് ഏറെയൊന്നും തിരയേണ്ടി വന്നിട്ടില്ല, ആലോചിക്കേണ്ടി വന്നിട്ടില്ല. ആ പൂർണ്ണ മനുഷ്യനെയാണ്, പുരുഷനെയാണ് തൻ്റെ മകൾക്ക് വരനായി വേണ്ടതെന്ന് ആദ്യമേ തീരുമാനിച്ചു വച്ചിരുന്നു പുണ്യപ്രവാചകൻ. അങ്ങനെ ഫാത്തിമ അലി വിവാഹം നടന്നു. അവർക്ക് കുഞ്ഞുങ്ങൾ പിറന്നു. മൂത്ത പുത്രൻ ഹസൻ, അദ്ദേഹത്തിൻ്റെ ചരിത്രം നാം പിറകെ പറയുന്നുണ്ട്. 2ാമത്തെ പുത്രൻ ഹുസൈൻ, 3ാമത്തെയാണ് മുഹ്സിൻ എന്ന് പറയുന്ന മറ്റൊരു മകനുണ്ട്. പക്ഷേ കൂടുതൽ കാലം ജീവിച്ചില്ല. പിന്നെ സൈനബുണ്ട്. ഈ മക്കളെക്കുറിച്ചൊക്കെ നാം പിറകെ പറയുന്നതിനാൽ ഞാൻ വിശദീകരിക്കുന്നില്ല. അലിയും ഫാത്തിമയും മദീനയിൽ പ്രവാചകനോടൊപ്പം പ്രവാചകൻ്റെ വാത്സല്യങ്ങളും സ്നേഹങ്ങളും ഏറ്റുവാങ്ങി
അതോടൊപ്പം പ്രവാചകൻ്റെ അധ്യാപനങ്ങളെല്ലാം മറ്റാരേക്കാളും മുന്നിൽ ജീവിതത്തിൽ പകർത്തി അധ്യാത്മരംഗത്തെ ഉജ്ജ്വല സൂര്യന്മാരായി അവർ ജീവിച്ചു. പലരും പ്രവാചകൻ്റെ ശോഭയിൽ തങ്ങളുടെ താല്പര്യങ്ങൾ കത്തിച്ചെടുക്കാമെന്ന മട്ടിൽ പ്രവാചകനോടൊപ്പം ചേരുമ്പോൾ പ്രവാചകൻ്റെ വേവലാതികളും വേദനകളുമെല്ലാം ഏറ്റുവാങ്ങിയാണ് ഇവർ രണ്ടുപേരും ജീവിച്ചത്. ചിലപ്പോഴൊക്കെ അവരുടെ വീട് പട്ടിണിയായിരുന്നു. ശക്തമായ പ്രയാസങ്ങൾ അവർക്കുണ്ടായിരുന്നു. അവരുടെ വീട്ടിൽ പലപ്പോഴും അടുപ്പിൽ തീപ്പുകയാത്ത നാളുകളുണ്ടായിരുന്നു. അപ്പോഴൊന്നും അവർ പരാതി പറഞ്ഞ് പ്രവാചകനെ സമീപിച്ചില്ല. അവർ ആ പ്രയാസങ്ങളൊക്കെ സഹിച്ചു. കാരണം മുഹമ്മദിൻ്റെ മകളാണ് എന്ന കാരണത്താൽ തനിക്ക് മറ്റാർക്കുമില്ലാത്ത ഒരു പ്രിവിലേജ് വേണം എന്നവർ ആഗ്രഹിച്ചില്ല. അവർ അത് സ്വീകരിച്ചുമില്ല. അത് തങ്ങളുടെ ബാധ്യതയാണ്, തങ്ങളുടെ ജീവിതം പരിപിടിപ്പിക്കുക എന്നത്. അതായിരുന്നു അവരുടെ ലൈൻ. അങ്ങനെ ഫാത്തിമ ബീവി പ്രവാചകൻ്റെ ആദ്യത്തെയും അവസാനത്തെയും ഹജ്ജിൽ പങ്കാളിയായി. ഹജ്ജ് കഴിഞ്ഞ് പ്രവാചകൻ മദീനയിൽ വന്ന് രോഗം ബാധിച്ചു, കിടപ്പിലായി. ആ രോഗത്തിൽ പ്രവാചകൻ മരണപ്പെട്ടു. ഹിജ്റ 11 റബീഉൽ അവ്വൽ 14-ാം തീയതിയാണ് പ്രവാചകൻ മരണപ്പെടുന്നത്. മരണപ്പെടുന്ന ഘട്ടത്തിൽ ഫാത്തിമയാണ് അടുത്തുള്ളത്. കൂടെ ഭർത്താവ് അലി ബിൻ അബി താലിബുണ്ട്, മക്കളുണ്ട്, കുടുംബക്കാർ ചിലരൊക്കെ ഉണ്ട്. അവരാണ് പ്രവാചകനെ പരിചരിക്കുന്നത്, പ്രവാചകനോടൊപ്പമുള്ളത്. പ്രവാചകരുടെ വഫാത്തിൻ്റെ സമയത്ത് മാത്രമല്ല, വഫാത്തിൻ്റെ ശേഷവും പ്രവാചകൻ്റെ ജനാസയുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവൃത്തികളും കർമ്മങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവരാണ്. അപ്പുറത്ത് ഖലീഫയെ തിരഞ്ഞെടുക്കുന്ന ബഹളം നടക്കുന്നുണ്ട്, രാഷ്ട്രീയമായ വാദപ്രതിവാദങ്ങൾ നടക്കുന്നുണ്ട്. അവിടെ ആൾക്കൂട്ടങ്ങൾ പലതും പറയുന്നുണ്ട്, പ്രചരിക്കുന്നുണ്ട് കഥകൾ പലതും. അവിടെ നാളത്തെ നേതാവ് ആരാണ് എന്ന ചർച്ച നടക്കുന്നുണ്ട്. അതൊന്നും ശ്രദ്ധിക്കാതെ തൻ്റെ പ്രിയപ്പെട്ട പിതാവിൻ്റെ വേദനയിൽ, പിതാവിൻ്റെ വിടപറച്ചിലിൻ്റെ വേദനയിൽ സർവം മറന്ന് ആ ജനാസയോടൊപ്പം, വിശുദ്ധ ജനാസയോടൊപ്പം ഇരിക്കുകയായിരുന്നു ഫാത്തിമ ബീവി. പിതാവിൻ്റെ മരണം കഴിഞ്ഞ് മാസങ്ങൾക്കകം തന്നെ ഫാത്തിമ ബീവി മരണപ്പെട്ടു. ഫാത്തിമ ബീവിയുടെ മരണത്തെക്കുറിച്ച് എനിക്ക് പറയാനുണ്ട്. അത് അടുത്ത എപ്പിസോഡിൽ പറയാം. തീർച്ചയായും ഫാത്തിമയുടെ മരണം നമ്മെ ഏവരെയും വേദനിപ്പിക്കുന്ന മരണമാണ്. അതേ സംബന്ധിച്ച് കൂടുതലായി പറയാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.